നേരത്തെ ആ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന ഒരു അമ്പലമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണം ഉണ്ടാവുകയും ഇതിൽ നിയമപരമായ ഒരു പ്രശ്നം വരികയും ചെയ്ത സാഹചര്യത്തിൽ ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഇതിൽ മുതലെടുപ്പ് നടത്തുന്നു ഒരു വിഭാഗം RSS പ്രവർത്തകരും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും അത്തരത്തിൽ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞൊരു മുതലെടുപ്പ് നടത്തുന്നു എന്ന ഒരു ആരോപണം കൂടിയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരിക എന്നുള്ളതാണ്. വലിയ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അതിൽ നിലവിൽ ഇപ്പോൾ ചെറിയൊരു ശമനമുണ്ട്. രണ്ട് വിഭാഗങ്ങളെയും ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. സബ് കളക്ടർ അടക്കം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. സബ് കളക്ടർ ഇപ്പോൾ അങ്ങോട്ട് മാറി. ഒരു മണിക്കൂറിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താം എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ പോലീസ് നാട്ടുകാർക്ക് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയ്ക്ക് ശേഷമാകും മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുക. തീർച്ചയായും കമലേഷ്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം കുടുംബം അല്ലെങ്കിൽ കുടുംബം ബന്ധുക്കളും മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രം പിന്നീട് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ ചില സംഘടനകൾ വന്ന് ഏറ്റെടുക്കുന്നു. അത് മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായുള്ള തർക്കത്തിലോട്ട് അതിനെ നയിക്കുന്നു. അപ്പോൾ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നതും ഇത്തരത്തിൽ കല്ലറ പൊളിക്കണമെന്നൊരു ആവശ്യത്തിലേക്ക് എത്തുന്നതും. എന്നാൽ ഇപ്പോൾ നാട്ടുകാർ തന്നെ സൂചിപ്പിക്കുന്ന പോലെ RSS പോലെയുള്ള സംഘടനകൾ വന്ന് അതിന് വിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതപരമായ ഇത്തരത്തിലൊരു വിഷയത്തെ തിരിച്ചുകൊണ്ട് എത്തരത്തിൽ ആ നാട്ടിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നു അല്ലേ? തീർച്ചയായും ആ നിലയിലേക്കുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത്, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ RSS പ്രവർത്തകരൊക്കെ ആ നിലയിലുള്ള ഒരു മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന ആരോപണം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നിയമപരമായ ഒരു വിഷയമാണ് സ്വാഭാവികമായും പോലീസിൻ്റെ മുന്നിലുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ, അതായത് ഒരു 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ മരണം ഉണ്ടായിട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസ് വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. സബ് കളക്ടറുടെ അടക്കം ഉത്തരവ് നേടിക്കൊണ്ട് ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. എങ്ങനെയാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ടെങ്കിൽ ആ നിലയിലുള്ള ഈ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ മരണം ആരും അറിഞ്ഞിട്ടില്ല. ഈ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ ഈ മരണം ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ മക്കൾ മാത്രമാണ് ഈ മരണം അറിഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ അടുത്ത ബന്ധുക്കൾ പോലും ഇദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞിട്ടില്ല. നാട്ടുകാർ, തൊട്ടടുത്ത അയൽവാസികളടക്കമുള്ള ആളുകൾ ഈ വിഷയം അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് പിറ്റേന്നാൾ പുലർച്ചെ രാവിലെ ഒരു 10 മണിയോടുകൂടി ഒരു ബോർഡ് ഈ സമാധി സ്ഥലം കെട്ടുകയും അതുപോലെ തന്നെ അതിനകത്ത് ഈ ഗോപൻ സ്വാമികൾ സമാധിയായി എന്നൊരു ബോർഡും കണ്ടാണ് നാട്ടുകാർ പോലും ഇങ്ങനെ ഒരു മരണം നടന്ന വിവരം അറിയുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത് ചില ദുരൂഹതകളുണ്ട് എന്ന ആരോപണം നാട്ടുകാർ അപ്പോൾ തന്നെ മുന്നോട്ട് വെക്കുന്നു. പോലീസിനെ വിവരം അറിയിക്കുന്നു. ആ ദിവസം തന്നെ പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഈ സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നത്. ഇത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായാണ് പോലീസ് കാത്തുനിന്നത് 4 ദിവസം. ഈ അനുമതി കിട്ടിയതിന് ശേഷമാണ് ഇന്ന് ഈ സമാധി സ്ഥലം പൊളിച്ചുകൊണ്ട് അതിൻ്റെ പരിശോധന നടത്തുന്നതിന് ആവശ്യമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതിനാവശ്യമായ സേന വിന്യാസം അടക്കം നടത്തിക്കൊണ്ടാണ് ഇവിടെ പോലീസ് എത്തിയത്. പക്ഷേ വലിയ നിലയിലുള്ള ഒരു സംഘർഷം ഇതിൻ്റെ ഭാഗമായി ഈ സംഭവ സ്ഥലത്ത് ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടായി. കുടുംബം വലിയ പ്രതിഷേധം ഉയർത്തി. ഈ സമാധി സ്ഥലത്തിന് കീഴിൽ ഇരുന്നു കൊണ്ട് ഇത് പൊളിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് മക്കളും മരുമകളും അതുപോലെ തന്നെ ഭാര്യയടക്കമുള്ള ആളുകൾ വലിയ ഒരു പ്രതിഷേധം ഉയർത്തി. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരുടെ വീട്ടിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വീട്ടിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോലീസ് ആളുകളെല്ലാം തന്നെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതിൻ്റെ പിന്നാലെയാണ് ഒരു വിഭാഗം ആളുകൾ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം നാട്ടുകാരായ ആളുകൾ ഇത് പൊളിച്ചു പരിശോധിക്കണമെന്ന ഉറച്ച നിലപാടിൽ മറ്റൊരു സ്ഥലത്ത് തമ്പടിക്കുകയും ചെയ്തു. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പോലീസ് ഇപ്പോൾ പൊളിക്കേണ്ട എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും 1 മണിക്കൂറിന് ശേഷം ഒരു ചർച്ച പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചേരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. രണ്ട് വിഭാഗങ്ങളെയും അതുപോലെ തന്നെ ഈ കുടുംബാംഗങ്ങളെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്താമെന്നുള്ള ധാരണയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷമാവും ഈ വിഷയത്തിൽ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം വരിക. തീർച്ചയായും കമലേഷ്, നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഉടൻ പൊളിച്ചു പരിശോധിക്കില്ല. സംഭവ സ്ഥലത്ത് നാട്ടുകാരും കുടുംബവും എല്ലാം തമ്മിൽ വലിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഇത്തരത്തിലൊരു തീരുമാനം. 1 മണിക്കൂറിന് ശേഷം പോലീസും നാട്ടുകാരും മരിച്ച ഗോപൻ സ്വാമിയുടെ കുടുംബമായി ചർച്ച നടക്കും. ശേഷമായിരിക്കും കൂടുതൽ നിയമ നടപടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകുക.